യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 48-ാം സങ്കീർത്തനം 1-ാം വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ പണം, സ്ഥാനമാനം, ശക്തി എന്നിവയ്ക്ക് മഹത്വം നൽകുന്നവരാണ്. ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മഹത്വം ദൈവത്തിനായിരിക്കണം എന്നാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, അതുപോലെ അവൻ്റെ നഗരത്തിൻ്റെ മഹത്വവും പ്രകടിപ്പിക്കുന്നു. ദൈവം സൃഷ്ടാവും സർവശക്തനും എല്ലാറ്റിനും മേലുള്ളവനുമാണ്. അതിനാൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിൽ പല ശക്തികളുണ്ടാകാം, എന്നാൽ അവയെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നിത്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ എന്ന് സങ്കീർത്തനത്തിൽ സൂചിപ്പിക്കുന്നത് യെരുശലേം നഗരത്തെയാണ്. അവിടെ ദേവാലയവും അതിലൂടെ ദൈവ സാന്നിധ്യവും വിളിച്ചോതുന്നു. എന്നാൽ ഈ നാളുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണ് അവൻ വസിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമാകിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ സങ്കീർത്തനം അവസാനമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ അത്യന്തം സ്തുതിക്കപ്പെടേണ്ടവനാണെന്നാണ്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലും നാം അവനെ സ്തുതിക്കണം. സ്തുതി ദൈവത്തെ മാറ്റുവാനല്ല, എന്നാൽ സ്തുതികൾ നമ്മിൽ മാറ്റമുണ്ടാക്കണം. നന്ദിയും വിശ്വാസമുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയൂ. പ്രിയമുള്ളവരെ, ഈ ദൈവം മഹാനാണ്. അവൻ്റെ സാന്നിധ്യം വിലമതിക്കേണ്ടതാണ്. നിരന്തരം സ്തുതിക്കപ്പെടേണ്ടവനാണ് അവൻ. ഈ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം തന്നെ അവന് മഹത്വം കരയേറ്റുവാൻ ഇടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനംപ്രതി നിന്റെ മഹത്വം മനസ്സിലാക്കി നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ ഈ നാളുകൾ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.